ചോദിക്കുന്നു, അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ നടത്തിയത് എന്നതാണല്ലോ. ശ്രീ VPP മുസ്തഫ, സർക്കാരിൻ്റെ ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചുകൊണ്ടുള്ള ഇടപെടൽ മുനമ്പം വിഷയത്തിൽ പ്രതിരോധത്തിലാക്കുന്നതും സർക്കാരിൻ്റെ നിലപാടുകളെ സംശയത്തിന് നിഴലാക്കുന്നതും രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇവിടെ അഡ്വക്കേറ്റ് അനൂപ് പറഞ്ഞു, ഇതിനിപ്പോൾ ഹൈക്കോടതി ഒന്നും പറയേണ്ട കാര്യമില്ല, സാമാന്യ ബുദ്ധിയുള്ള ബോധമുള്ള ആർക്കും മനസ്സിലാകും, വസ്തുതാന്വേഷണത്തിനായി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഈ വിഷയത്തിൽ നിയമിച്ചാൽ അത് നിലനിൽക്കില്ല, അതിനൊരു നിയമസാധുത ഉണ്ടാകില്ല എന്നത്. കാരണം ഇതിനോടകം തന്നെ ഹൈക്കോടതി വിധി പറഞ്ഞ കേസ്, ഇതിനോടകം തന്നെ വഖഫ് ബോർഡ് ഈ കാര്യത്തിൽ ഇടപെട്ട സംഭവം, ഈ വഖഫ് സംവിധാനങ്ങൾ സംബന്ധിച്ച കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനം ഉണ്ടാക്കേണ്ടത് വഖഫ് ബോർഡും അതോടൊപ്പം തന്നെ വഖഫ് ട്രൈബ്യൂണലുമാണ് എന്ന് അറിയാം. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് നിയമസാധുത ഇല്ലാത്ത ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് പ്രശ്നം പരിഹരിക്കാൻ ഞങ്ങൾ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നു എന്നത് CPIM അല്ലെങ്കിൽ ഇടത് സർക്കാർ രാഷ്ട്രീയ താല്പര്യത്തോടു കൂടി നടത്തിയ ഒരു കള്ള ഇടപെടലായിരുന്നു എന്ന വിമർശനമാണ് നിങ്ങൾക്കെതിരെയുള്ളത്. സമരസമിതി പറഞ്ഞത് കമ്മീഷനെ നിയമിച്ചത് കണ്ണിൽ പൊടിയിടാനാണെന്നാണ്. കോൺഗ്രസിനും ഇതേ ആരോപണമാണുള്ളത്. ആ ആരോപണങ്ങളെ ശരിവെക്കും തരത്തിലല്ലേ ഹൈക്കോടതി ഇന്ന് ഇടപെട്ടത്? ഹൈക്കോടതിയുടെ വിധി ദൗർഭാഗ്യകരമാണ്. കാരണം ഈ വിഷയം വളരെ സങ്കീർണമാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി തന്നെ പറഞ്ഞു, വിഷയം സങ്കീർണമാക്കിയത് ആരാണ്? വഖഫ് ബോർഡാണ്. ഏത് കാലത്തെ വഖഫ് ബോർഡാണ്? പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ ചെയർമാനായിരിക്കുന്ന വഖഫ് ബോർഡ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ, കോൺഗ്രസ് പ്രതിനിധി സംസാരിക്കുമ്പോൾ, ഈ മുനമ്പത്തെ സമരം ഒത്തുതീർക്കാൻ വേണ്ടിയിട്ട് എന്തോ പാണക്കാട്ടെ ആളുകളെല്ലാം വലിയ മനസ്സാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ആ പാണക്കാട് കുടുംബത്തിൽ നിന്നുള്ള ഒരാൾ UDF ഭരണകാലത്ത് വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരിക്കുമ്പോൾ ഇറക്കിയ ഉത്തരവുകളാണ് ഇന്നിപ്പോൾ ഈ സമരത്തിലേക്ക് എത്തുന്ന വിധത്തിൽ പ്രശ്നങ്ങളെ രൂക്ഷമാക്കിയിട്ടുള്ളത്. ഇതാണ് വസ്തുത. അതെങ്ങനെ പരിഹരിക്കും? ഒരു വർഷത്തെയോ 2 വർഷത്തെയോ പ്രശ്നമല്ലല്ലോ. ഇന്ന് തന്നെ ഹൈക്കോടതി വിധി ഗോപീഷൻ വായിച്ചു കാണുമല്ലോ. 1950 മുഹമ്മദ് ഇബ്രാഹിം സേട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള രേഖ വഖഫ് ബോർഡിന് 400 ഏക്കർ ഭൂമി, അതിൽ 300 ഏക്കർ പിന്നീട് കടലെടുത്ത് പോയി, ഇനിയിപ്പോൾ ഒരു 130-140 ഏക്കർ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ആ ഭൂമി ഫറൂഖ് കോളേജിന് രജിസ്റ്റർ കൊടുത്തത് വഖഫ് ഡീഡ് എന്ന് രേഖപ്പെടുത്തിയ രേഖ ശരിയാണ് എന്നാണ്. ഈ സ്റ്റാൻഡാണ് വഖഫ് ബോർഡ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്ത് സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വഖഫ് ട്രിബ്യൂണലിലും വഖഫ് ബോർഡിന് മുമ്പാകെയും ഈ വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഹൈക്കോടതിയെ, സർക്കാരിൻ്റെ ഈ ജുഡീഷ്യൽ കമ്മീഷനെതിരായിട്ട് ഹൈക്കോടതിയെ സമീപിച്ച ആളുകളുടെ ഡിമാൻഡ് എന്താ? ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് റദ്ദാക്കിയത് ശരി, സർക്കാരിനൊരു ക്ഷീണം എന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാം. പക്ഷെ ഗോപീഷൻ, നമ്മുടെ മുമ്പിലുള്ള വിഷയം എന്താ? ഈ പരാതിക്കാരുടെ ആവശ്യമെന്ന് പറയുന്നത് അവിടെയുള്ള ഈ 180 കുടികിടപ്പുകാരെ ഒഴിവാക്കണമെന്നാണ്. അത് വഖഫ് ഭൂമി എന്നാണ്. എന്താ നമ്മുടെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത്? ആ ക്ലിപ്പുകൾ എടുക്കാൻ താങ്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മുനമ്പം സമര കേന്ദ്രത്തിൽ പോയിട്ട് പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസ് നേതാവായ VD സതീശൻ നടത്തിയ പ്രസംഗത്തിന്റെ ക്ലിപ്പ്. ഇതൊരു വഖഫ് ഭൂമിയുമല്ല. അതുകൊണ്ട് 10 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നല്ലേ? അങ്ങനെ തീർക്കാൻ കഴിയുമോ ഗോപീഷൻ? അതിനിടയിൽ ഞാനൊരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ താങ്കൾ പറഞ്ഞത് പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്, ഞാൻ അതല്ല എന്ന് പറയുന്നില്ല. പക്ഷേ അതിന് മുൻപ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഇന്നത്തെ ഹൈക്കോടതി ഉത്തരവ് സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ അതിനകത്ത് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യം, സർക്കാർ ഈ കാര്യത്തിൽ മനസ്സിരുത്തി ഒരു വിചിന്തനം നടത്തിയിട്ടല്ല ഈ ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുള്ളതെന്നാണ്. അതിന് കാരണം വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ തീരുമാനമെടുക്കേണ്ടത് വഖഫ് ബോർഡും അതോടൊപ്പം തന്നെ വഖഫ് ട്രൈബ്യൂണലുമാണ് എന്നിരിക്കെ നിയമസാധുത ഇല്ലാത്ത ഒരു ജുഡീഷ്യൽ കമ്മീഷനെ സർക്കാർ എങ്ങനെ വെച്ചു എന്ന ചോദ്യമാണ് ഹൈക്കോടതി ഉന്നയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അലസമായി, മനസ്സിരുത്താതെ സർക്കാർ എടുത്തത് യാന്ത്രികമായ ഒരു നടപടിയായി പോയി എന്നതാണ്. ഈ വിമർശനത്തെ താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ? താങ്കളുടെ പാർട്ടി ഉൾക്കൊള്ളുന്നുണ്ടോ? തീർച്ചയായിട്ടും. എന്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷനിലേക്ക് പോയത്? ഇത് നിയമവും ചട്ടവും അറിയാത്തത് കൊണ്ടല്ലോ. വഖഫ് ട്രിബ്യൂണലിലൂടെയും വഖഫ് ബോർഡിലൂടെയും പോയിട്ടാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ പരിഹാരം ഉണ്ടാകില്ല. കാരണം ഒരിക്കൽ വഖഫ് ഭൂമിയാണ് എന്ന് രജിസ്റ്റർ ചെയ്തത് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ വഖഫ് ബോർഡിന് പറ്റില്ല, വഖഫ് ട്രിബ്യൂണലിന് പറ്റില്ല. ഇത് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ആക്റ്റും നിയമവുമാണ്. അത് സെൻട്രൽ നിയമങ്ങളാണ്. അതുകൊണ്ട് അതിനകത്ത് യാതൊരു തരത്തിലുമുള്ള മാറ്റങ്ങൾ വരുത്താൻ അതുവഴി പോയാൽ, ഏത് വഖഫ് ട്രിബ്യൂണലിൻ്റെയോ വഖഫ് ബോർഡിൻ്റെയോ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോയാൽ സാധിക്കില്ല.
അപ്പൊ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന പ്രശ്നം എന്താ? അനൂപ് പറഞ്ഞതിൽ ഒരു വസ്തുതയുണ്ട്. അവിടെ മുനമ്പത്തെ ഈ കുടികിടപ്പുകാരുടെ സമരത്തെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അത് തീർച്ചയായും ഒരു വസ്തുതയാണ്. അത് സമീപകാലത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിലേക്ക് തീവ്രവാദ ആശയങ്ങൾ ചെലുത്താൻ ശ്രമിക്കുന്ന RSS സ്പോൺസേഡ് സംഘടനകൾ അതിനു വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. കാസയുടെ പേരൊക്കെ കോൺഗ്രസ് പ്രതിനിധി തന്നെ ഇവിടെ പരാമർശിക്കുന്നത് കേട്ടു. അതിൻ്റെ എല്ലാം ഭാഗമായിട്ടുള്ള സമീപനങ്ങളുണ്ട്. അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ഒരു മുസ്ലിം ക്രിസ്ത്യൻ പോളറൈസേഷൻ അതിപ്പോൾ ഈ മുനമ്പം വിഷയത്തിലല്ല, നേരത്തെ തുടങ്ങിയിട്ടുണ്ട്. അതിന് മുസ്ലിം ലീഗിന്റെ നേതാക്കളും വഴിവെച്ചു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് എനിക്കത് മറുപടി പറയേണ്ടി വരുന്നത്. ഇപ്പോൾ തുർക്കിയിലെ ഹാഗിയ സോഫിയ എന്ന് പറയുന്ന വിഷയം അത് സംബന്ധിച്ച് ചന്ദ്രിക ദിനപത്രത്തിൽ ഇപ്പോഴത്തെ മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് ലേഖനം എഴുതിയത്. ക്രിസ്ത്യാനികളുടെ എത്രയോ നൂറ്റാണ്ട് കാലത്തെ ദേവാലയമായിരുന്ന ആ സ്ഥാപനം ഒരു മുസ്ലിം ആരാധനാലയം ആക്കണം എന്ന മുസ്ലിം മതമൗലികവാദത്തിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒക്കെ ആശയം സ്വീകരിച്ചുകൊണ്ട് ചന്ദ്രിക പത്രത്തിൽ ലേഖനം എഴുതിയത് മുസ്ലിം ലീഗിന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അങ്ങനെ കുറച്ചു വർഷമായിട്ട് തന്നെ രൂപപ്പെട്ടു വരുന്ന മറുഭാഗത്ത് ലവ് ജിഹാദ് പോലെയുള്ള പ്രശ്നങ്ങൾ അത് ഉയർത്തുന്ന ആളുകൾ ദീർഘകാലം UDFന്റെ ഭാഗവും UDFന്റെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ ചീഫ് വിപ്പ് പോലുമായിരുന്ന PC ജോർജ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസംഗമുണ്ടല്ലോ, അതിനെല്ലാം എതിരെ കേസെടുക്കുകയും അദ്ദേഹത്തെ ജയിലിലടക്കുകയും ചെയ്തു. ഇതിനകത്ത് ഞാനൊന്ന് ഇടപെടട്ടെ. അതായത് രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന് നിയമപരവും സാങ്കേതികവുമായ കാര്യങ്ങൾ, മറ്റൊന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഇതിലെ രാഷ്ട്രീയ താല്പര്യക്കാർ ആരൊക്കെയാണ്, അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കണം. അതാണ് ഇപ്പോൾ താങ്കൾ CPIMന്റെ വാദമായി അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടായി താങ്കളോട് കൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തെ മതത്തിന്റെ പേരിൽ ഭിന്നിപ്പിക്കാൻ, സ്പർദ്ധ വളർത്താൻ, വർഗീയ വിഷം ചീന്താൻ ചിലർ ശ്രമിക്കുന്നു. അതിനെതിരെ നിലപാടുകൾ വേണം, നടപടികൾ വേണം. അതിൻ്റെ ഭാഗമായി ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കപ്പെടുമെന്ന് പറയുന്നവരുടെ വിശ്വാസം വീണ്ടെടുത്ത് അവർക്ക് ഉടമസ്ഥാവകാശം നൽകാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നു. ഈ ഭാഗമാണ് താങ്കൾ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ കോടതിയുടെ പരിഗണനയിലേക്ക് വന്ന വിഷയം ഇതല്ല. സർക്കാർ രൂപീകരിച്ച ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുതയുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവിടെ വഖഫ് സംരക്ഷണ സമിതി കോടതിക്ക് മുൻപാകെ എത്തിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്? ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം നിയമപരമല്ല, സിവിൽ കോടതിയും ഹൈക്കോടതിയും കണ്ടെത്തിയിരിക്കുന്ന വസ്തുതകൾക്ക് വിരുദ്ധമായി വസ്തുതാന്വേഷണത്തിനായി കമ്മീഷനെ നിയമിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല, അധികാരമില്ല, ഭൂമി വഖഫ് ബോർഡ് സ്വത്താണെന്ന് കോടതികൾ കണ്ടെത്തിയതാണ്. ഈ വാദങ്ങളെ അംഗീകരിച്ചുകൊണ്ടാണ് ജുഡീഷ്യൽ കമ്മീഷൻ നിയമനത്തെ ഹൈക്കോടതി ഇന്ന് തള്ളിയിരിക്കുന്നത്. സൂക്ഷ്മത ആവശ്യമുള്ള, നിയമസാധുത പരിശോധിക്കപ്പെടേണ്ടുന്ന ഒരു നിയമനത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായത് ബോധപൂർവമാണോ അതോ അത് സംഭവിച്ചു പോയതാണോ? അതല്ലെങ്കിൽ പ്രതിപക്ഷം പറയുന്നത് അതിന് പിന്നെ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നാണ്. അതിന് മറുപടിയാണ് ഞാൻ താങ്കളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പ്രതിപക്ഷം പറയുന്നതിന് ഒരു യുക്തിയും ലോജിക്കും ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. താങ്കൾ തന്നെ ഇവിടെ ഇപ്പോ ഗോപികൃഷ്ണൻ തന്നെ പറഞ്ഞു ഈ ഭൂമി വഖഫ് ഭൂമിയാണെന്ന്. ഇപ്പൊ മാത്രമല്ല, 50-ലെ രജിസ്ട്രേഷൻ, 67-ൽ പറവൂർ മുൻസിഫ് കോടതിയിലെ വിധി, അത് കഴിഞ്ഞ് പിന്നീട് നടന്നിട്ടുള്ള വഖഫ് ബോർഡിലെയും വഖഫ് ട്രിബ്യൂണലുകളിലെയും ഉത്തരവുകളും വിധികളും ഇതെല്ലാം വഖഫ് ഭൂമിയാണ് എന്ന് വെച്ചിരിക്കുകയാണ് ഈ ഭൂമിയെ. അങ്ങനെ ഒരു ഭൂമി ഇപ്പോഴത്തെ കുടികിടപ്പുകാർക്ക് ദീർഘകാലമായി പണം കൊടുത്തു വാങ്ങിച്ചവരാ, അനധികൃതമായി കയ്യേറിയവരല്ല. ശരിക്കും അതൊക്കെ അന്വേഷിക്കേണ്ട വിഷയമാണ്. വഖഫ് ഭൂമി എന്ന് 1967-ൽ തന്നെ പറവൂർ മുൻസിഫ് കോടതി വിധി എഴുതിയ ഒരു ഭൂമി ആരാണ് ഈ പാവങ്ങളെ പറ്റിച്ച് സെയിൽ നടത്തിയത്? അതിനിടനിലക്കാരായി നിന്നതാരാണ്? അന്നത്തെ KPCC സെക്രട്ടറി ആയിരുന്ന ഒരു അഭിഭാഷകന്റെ പേര് അന്ന് ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ പുറത്തുവിട്ടതാണ്. എങ്ങനെയാണ് മുസ്ലിം ലീഗ് നേതാക്കൾ അംഗങ്ങളായിട്ടുള്ള ഫറൂഖ് കോളേജ് മാനേജ്മെന്റ് ഈ ഭൂമി വിൽക്കാൻ വേണ്ടി കൂട്ടുനിന്നത്? വഖഫ് ഭൂമിയാണെന്ന് 67-ൽ തന്നെ വിധിയുള്ള, കോടതി വിധിയുള്ള ഒരു ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ഉടമസ്ഥന്മാരായ ഫറൂഖ് കോളേജ് മാനേജ്മെന്റ്, ലീഗ് നേതാക്കളാണ് അതിന്റെ മാനേജ്മെന്റ് ആ കമ്മിറ്റിയിലുള്ളത്. എങ്ങനെയാണ് അവർ കൂട്ടുനിന്നത്? എങ്ങനെയാണ് അവരുടെ ലീഗൽ അഡ്വൈസർ ആയിരുന്ന സ്റ്റാൻഡിംഗ് കൗൺസിൽ, ഫറൂഖ് കോളേജിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ആയിരുന്ന ഈ KPCC സെക്രട്ടറി ആയിരുന്ന അഭിഭാഷകൻ ഈ പാവങ്ങളെ പറ്റിച്ച് ഈ ഭൂമി വിറ്റത്? അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇതിന്റെ വസ്തുതാന്വേഷണത്തിന് വേണ്ടി സർക്കാർ ഒരു നിയമസാധുത ഇല്ലാത്ത ഒരു കമ്മീഷനെ വെക്കുന്നതിന്റെ താല്പര്യം എന്താണെന്നതാണ്. സമരസമിതി പറയുന്നത് ഞങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി സർക്കാർ നടത്തിയെന്നാണ്. പ്രതിപക്ഷം പറയുന്നത് രാഷ്ട്രീയ മുതലെടുപ്പ് CPM നടത്തുന്നു എന്നതാണ്. ഇതിനൊരു മറുപടി വേണ്ടേ?
അല്ല, ആ വിധി കിട്ടിയത് കൊണ്ട് അങ്ങനെ പ്രസ്താവന ഇപ്പൊ ഇറക്കാൻ എളുപ്പമാണ്. നേരത്തെ പറഞ്ഞത് അങ്ങനെയല്ലല്ലോ. ഇത് വഖഫ് ഭൂമിയല്ല, 10 നിമിഷം കൊണ്ട് പരിഹരിക്കാൻ കഴിയും എന്ന് പറഞ്ഞവർക്കല്ലേ യഥാർത്ഥത്തിൽ ഗോപികൃഷ്ണൻ ഈ വിധി തിരിച്ചടിയായത്. ഗവൺമെന്റിനേക്കാൾ വലിയ തിരിച്ചടി അവർക്കല്ലേ. ഇതാ പപ്പടം ചുടുമ്പോൾ ഞങ്ങൾ പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞവർക്ക് ആകുമോ ഇത് പരിഹരിക്കാൻ? അങ്ങനെ എന്തെങ്കിലും ഒരു നടപടി സ്വീകരിക്കാൻ കഴിയുമോ? ആവില്ല എന്ന് വ്യക്തമാവുകയാണ്. അപ്പൊ നമ്മുടെ മുന്നിലുള്ള പ്രശ്നം എന്താ? എന്തുകൊണ്ടാണ് ഗവൺമെന്റ് ഗോപികൃഷ്ണൻ ചോദിച്ചതുപോലെ ഇങ്ങനെ ഒരു കമ്മീഷനിലേക്ക് പോകുന്നത്? സങ്കീർണമാണ് വിഷയം. അതുകൊണ്ട് അത് പരിഹരിക്കാനുള്ള വഴി കാണുക. അല്ലാതെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ തന്നെ ഒരു അഡ്ജുഡിക്കേഷനായിട്ട് മാറുകയല്ലോ. അവരോട് ഗവൺമെന്റ് കൊടുത്ത ടേംസ് ഓഫ് റെഫറൻസ് എന്താ? നിങ്ങൾ വസ്തുതകളെല്ലാം പരിശോധിച്ച് സങ്കീർണമായിരിക്കുന്ന ഹൈലി കോംപ്ലക്സ് ആയിട്ടുള്ള ഈ വിഷയം പരിഹരിക്കാനുള്ള മെഷേഴ്സ്, വഴികൾ ഗവൺമെന്റിന് പറഞ്ഞു തരണം. അതിനു വേണ്ടിയിട്ടാണ് 2-3 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ടേംസ് ഓഫ് റെഫറൻസ് ആയിട്ട് നിശ്ചയിച്ചിട്ട് കമ്മീഷനെ നിയോഗിച്ചത്. പക്ഷേ ശ്രീ വി പി മുസ്തഫ, അൺഫോർച്ചുനേറ്റ്ലി നിർഭാഗ്യകരമെന്ന് പറയട്ടെ, മുനമ്പത്തേത് വഖഫ് ഭൂമിയാണെന്നതിന്റെ തെളിവുകൾ വഖഫ് സംരക്ഷണ സമിതി ജസ്റ്റിസ് രാമചന്ദ്രൻ നായർ കമ്മീഷന് സമർപ്പിച്ചുവെന്നും എന്നാൽ വഖഫ് ബോർഡ് ഫറൂഖ് കോളേജുമായി ഒത്തുകളിക്കുകയാണ് എന്നുമൊക്കെയാണ് ഈ സമിതിയുടെ പ്രധാനപ്പെട്ട ആരോപണം. വഖഫ് ബോർഡിന് ഉഴപ്പൻ നിലപാട് സ്വീകരിക്കുന്നു എന്ന് വഖഫ് സംരക്ഷണ സമിതി പറയുന്നു. ഭൂമി ഫറൂഖ് കോളേജിന് ഇഷ്ടദാനം ലഭിച്ചതല്ല എന്ന് വഖഫ് സംരക്ഷണ സമിതി നിലപാടെടുക്കുന്നു. വഖഫ് ബോർഡ് ഫറൂഖ് കോളേജുമായി ഒത്തുകളിക്കുകയാണെന്ന് സമിതി ആരോപിക്കുന്നു. അപ്പോൾ ഇത് ഇപ്പം താങ്കൾ പറഞ്ഞതുപോലെ വസ്തുതാന്വേഷണമായിരുന്നു സർക്കാരിൻ്റെ ആത്മാർത്ഥമായ ഉദ്ദേശമെങ്കിൽ അവിടെ കഴിയുന്ന ഈ പറയുന്ന കുടുംബങ്ങളെ അവർ അന്യാധീനപ്പെട്ടു പോകാതിരിക്കാൻ, അവർ അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ട സാഹചര്യം ഒഴിവാക്കുക എന്ന ആത്മാർത്ഥമായ ഉദ്ദേശ ലക്ഷ്യത്തിൻ്റെ പുറത്തായിരുന്നു സർക്കാരിൻ്റെ ഈ വസ്തുതാന്വേഷണ ശ്രമമെങ്കിൽ നിയമസാധുതയുള്ള ഒരു കമ്മീഷനെ വെക്കുക എന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും മിനിമം ഉണ്ടാകേണ്ടുന്ന ഒരു ജാഗ്രതയുണ്ടല്ലേ? അതുണ്ടായിരുന്നെങ്കിൽ മനസ്സിരുത്തിയല്ല സർക്കാർ ഈ കാര്യങ്ങൾ ചെയ്തതെന്നും യാന്ത്രികമായി സർക്കാർ തീരുമാനമെടുത്തു എന്നുമുള്ളൊരു വിമർശനം അല്ലെങ്കിൽ ഒരു വിധി കോടതിയിൽ നിന്ന് ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അല്ല, ആ വിധിയുടെ ആദ്യ ഭാഗങ്ങളിൽ ഈ പെറ്റീഷണേഴ്സിന്റെ പരാതിയിലെ നിലപാടുകൾക്കെതിരെ അഡ്വക്കേറ്റ് ജനറൽ തന്നെ ഹാജരായിക്കൊണ്ട് ഗവൺമെന്റിന് വേണ്ടി സമർപ്പിച്ച വാദങ്ങൾ കൂടി വിവിധ പാരഗ്രാഫുകളിലായിട്ട് പരാമർശിച്ചു പോകുന്നുണ്ട്. അത് വായിച്ചാൽ ഗോപികൃഷ്ണന് തോന്നുന്നുണ്ടോ ഗവൺമെന്റ് ഒരു ആത്മാർത്ഥതയും ഇല്ലാതെയാണ് ഇത് ചെയ്തതെന്ന്? എന്താ ഗവൺമെന്റ് എടുത്ത നിലപാട്? അവിടെ വഖഫ് ഭൂമിയോ വഖഫ് ബോർഡിന്റെയോ കാര്യം പറയാതെ ഈ കുടികിടപ്പുകാരുടെ അവരുടെ റൈറ്റ്സ് പ്രൊട്ടക്ട് ചെയ്യണം. അങ്ങനെ തന്നെയല്ലേ അഡ്വക്കേറ്റ് ജനറൽ ഉപയോഗിച്ച അധികാരങ്ങൾ ഈ കമ്മീഷൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നിയമന ഉത്തരവിൽ ഉണ്ടായിരുന്നില്ല. അതായത് ഇതിനൊരു ജുഡീഷ്യൽ അധികാരം ഇല്ല എന്നോ അർദ്ധ ജുഡീഷ്യൽ അധികാരങ്ങൾ ഇല്ല എന്നും കോടതിയിൽ സർക്കാർ പറയുമ്പോഴും ഈ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെ നിയമിച്ചപ്പോൾ അതിന്റെ നിയമന ഉത്തരവിൽ ഈ കാര്യങ്ങൾ സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയാണ് സർക്കാരിന്